ഹലോ ഗായ്സ്, ഇന്ന് അടിപൊളി ഒരു മട്ടൻ ബിരിയാണിയുടെ വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ ബിരിയാണി കുക്ക് ചെയ്യുന്നതിന്റെ ഫുൾ പാർട്ടൊന്നും എടുത്തിട്ടില്ല. ആരിക്കുട്ടി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോ സുന്ദരിവാവ? കുക്ക് ചെയ്യുന്ന ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് അശ്വച്ച് കുളിക്കാനൊക്കെ പോയി, അങ്ങനെ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. സുന്ദരിവാവെ കണ്ടോ? സുന്ദരി മട്ടൻ ബിരിയാണിയുടെ കുക്ക് ചെയ്യുന്നതിന്റെ ചെറിയൊരു പാർട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം. മട്ടൺ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്താണ് കേട്ടോ മട്ടൺ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണിക്ക് വേണ്ടിയുള്ള ഫുൾ റെസിപ്പി ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ആദ്യം ഫുൾ റെസിപ്പി എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത്. പിന്നെ രാരിക്കുട്ടി കുറച്ച് നിർബന്ധം ആയതുകൊണ്ട് അശ്വച്ചിക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുത്തു തരാനായിട്ട് പറ്റിയില്ല. കുറച്ച് പാർട്സൊക്കെ കുട്ടി പാർട്സൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതാ മസാലയൊക്കെ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട്, പിന്നെ റൈസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള. പിന്നെ തൊട്ടപ്പുറത്ത് സവാളയൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്തു. പിന്നെ ദം ചെയ്യുന്നതേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അശ്വച്ചി കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയൊക്കെ പോയായിരുന്നു. അവൻ നിർബന്ധമായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ദമ്മൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക. ലാസ്റ്റിൽ മസാല, ആദ്യത്തെ ലെയറും ഇങ്ങനെ മസാല ഇടും, പിന്നെ റൈസ് ഇടും. റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇട്ടിട്ട്, പിന്നെ സവാള, പിന്നെ ഇതൊക്കെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിനയില, മല്ലിയില, നെയ്യ് ഇതൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്ത് 2 ലെയറായിട്ട് സെറ്റ് ചെയ്യും. ദമ്മൊക്കെ സെറ്റായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ രാരിക്കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ട്രൈപോഡിന് വേണ്ടി വാശി പിടിക്കുമായിരുന്നു. കണ്ടോ, അവൻ ട്രൈപോഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ബാക്കി ദമ്മും, പിന്നെ ബാക്കി മസാലയൊക്കെ ലെയറൊക്കെ ചെയ്ത് സെറ്റാക്കി, പിന്നെ ദമ്മൊക്കെ സെറ്റാക്കി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ദമ്മൊക്കെ പൊട്ടിച്ചു. കഴിക്കാൻ വേണ്ടി സെറ്റായിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ഇലയിലാണ് കേട്ടോ കഴിച്ചത്. ബിരിയാണി ആയിരുന്നുകൊണ്ട് ഇലയൊക്കെ വെട്ടി അതിനകത്താണ് കഴിച്ചത് ഞങ്ങളെല്ലാവരും. ആദ്യത്തേത് ഭാഗ്യത്തിനാണ് വിളമ്പുന്നത്. ഭാഗ്യത്തിന് വിളമ്പി. അത് ജസ്റ്റ് വീഡിയോ കൂടെ എടുക്കാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ വിളമ്പിയത്. പിന്നെ എല്ലാവരും കഴിച്ചു. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതന്നൊരു ദിവസം മട്ടൻ കറി വെച്ച് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് മീറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഇന്ന് ബിരിയാണി സെറ്റാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് കൂടി ചെയ്യണേ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന്.